സ്പോർട്സ് സോണിൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യത്തെ എവേ മത്സരം കളിച്ചിരിക്കുകയാണ്. കരുത്തരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ എവേ മത്സരം നടന്നത്. എന്നാൽ ഈ മത്സരത്തിൽ സമനിലയിലാണ് ബ്ലാസ്റ്റേഴ്സിന് പിരിയേണ്ടി വന്നത്. ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ 1-1 എന്ന സമനിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില പാലിച്ചു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡാണ് മത്സരത്തിന് തുടക്കം മുതൽ തുടർച്ചയായി അവസരങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നത്. അതേസമയം കൃത്യമായ ഇടവേളകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും മുന്നേറ്റങ്ങളുണ്ടായി. എന്നാൽ മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിച്ചു. തുടർന്ന് രണ്ടാം പകുതിയിൽ ഡേഞ്ചർ സോണിൽ നിന്ന് ലഭിച്ച ഫ്രീ കിക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്ട്രൈക്കർ അലായുദ്ദീൻ അജറായി ഗോളാക്കി മാറ്റി. അജറായുടെ പവർഫുൾ ഷോട്ട് സച്ചിൻ സുരേഷ് സേവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർക്ക് പന്ത് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചില്ല. എന്നാൽ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രത്യാക്രമണങ്ങൾക്ക് ആക്കം കൂട്ടി. ഇതിൻ്റെ ഫലമായി 67-ാം മിനിറ്റിൽ നോഹ സുദോയ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സമനില ഗോൾ കണ്ടെത്തി. ടീം വർക്കിൻ്റെ ഫലമായാണ് ഈ ഗോൾ പിറന്നത്. മികച്ച കൗണ്ടർ അറ്റാക്കിലൂടെ എതിരാളികളുടെ ബോക്സിന് അരികിലെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് നോഹ സുദോയിലൂടെ നോർത്ത് ഈസ്റ്റിൻ്റെ വല കുലുക്കുകയായിരുന്നു. നോഹയുടെ ബോക്സിനരികിൽ നിന്നുള്ള ഒറ്റയാൾ മുന്നേറ്റവും മികച്ച ഷോട്ടും ബ്ലാസ്റ്റേഴ്സിന് ഗോൾ നേടാൻ സഹായകരമായി. പിന്നീട് മത്സരത്തിൽ പല നാടകീയമായ രംഗങ്ങളും അരങ്ങേറി. രാഹുൽ KPയെ ഫൗൾ ചെയ്തതിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഡിഫൻഡർ അഷീർ അക്തറിന് റെഡ് കാർഡ് ലഭിച്ചു. ഹോം ടീം 10 താരങ്ങളിലേക്ക് ചുരുങ്ങിയതിൻ്റെ ആനുകൂല്യം കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചെങ്കിലും അത് മുതലെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. കളിയുടെ ഇഞ്ചുറി മിനിറ്റിൽ നിരവധി സുവർണാവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ തേടിയെത്തെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു.